പാട്ടൊക്കെ കേട്ട് ഇവിടെ റിലാക്സ് ചെയ്ത് കിടക്കുന്ന ഒരാളെ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ടീ വാലി റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് മൂന്നാർ ടൗണിലേക്കാണ് പോയത്. ഇന്നലെ പോന്നപ്പോൾ നമുക്ക് വഴിയൊക്കെ കുറച്ച് തെറ്റിയിട്ടാണല്ലോ പോയത്. അങ്ങനെയൊന്നും പോവാതെ നേരായ ഒരു വഴി കൂടെ പോയാൽ 3 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് മൂന്നാർ ടൗണിലേക്ക് എത്താം. യാത്രയിൽ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൂന്നാർ മാർക്കറ്റിലേക്ക് വരാം. ഞാനൊരിക്കലും മൂന്നാറിലുള്ള തേയിലയ്ക്കും സ്പൈസസിനും ചോക്ലേറ്റിനും ഒക്കെ കിട്ടുന്ന ഹൈപ്പ് അവിടുത്തെ ബനാന ചിപ്സിന് കിട്ടിയതായിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മൂന്നാർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ NS ബേക്കറിയിലെ ചിപ്സ് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അസാധ്യ ടേസ്റ്റാണ്. ഇനി മറ്റൊരു സ്പോട്ടാണ് നമ്മുടെ സ്വർണ്ണലക്ഷ്മി ടീ ആൻഡ് ബേക്കറി. മൂന്നാർ മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് ചായയും സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് സ്വർണ്ണലക്ഷ്മി ടീ ആൻഡ് ബേക്കറി. ഒരു ചെറിയ കടയാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള ചായയും സ്നാക്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് മൂന്നാർ വന്ന ടൈമിലും ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ NS ബേക്കറീൻ്റെ ചിപ്സും പിന്നെ വളരെ കുറച്ച് ചോക്ലേറ്റ് മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് ടൗണിൽ തന്നെ റിപ്പിൾസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ കയറിയിട്ടൊന്ന് ഒരു ചെറിയൊരു പർച്ചേസിങ്ങും കൂടെ നടത്താം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗ്യാപ്പ് റോഡ് ചുറ്റി ഏതൻവുഡ് റിസോർട്ടിലേക്കാണ്. നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടീ വാലി റിസോർട്ടിൽ നിന്ന് ഏതൻവുഡ്സിലേക്ക് ആക്ച്വലി 12 കിലോമീറ്റർ എന്തോ ഉള്ളൂ. പക്ഷേ ഈ ഗ്യാപ്പ് റോഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു 40 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് ഏതൻവുഡ്സിലേക്ക് പോകുന്നത്. മൂന്നാർ ബോധിമെട്ട് റോഡ് എന്നുള്ളതും ഗ്യാപ്പ് റോഡിൻ്റെ മറ്റൊരു പേരാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഗ്യാപ്പ് റോഡിൻ്റെ ഇനിഷ്യൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നത്. മൂന്നാറിൻ്റെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരേപോലെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് തന്നെ ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞിട്ടാവണം മൂന്നാറിനെ സമ്മർ റിട്രീറ്റ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോൾ നമുക്ക് ഈ മൂന്നാറിൻ്റെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ സമൃദ്ധി ശരിക്കും അറിയാൻ പറ്റും. ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുകയാണ് ആ ഒരു ടീ പ്ലാന്റേഷൻ. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇത് പല സ്ഥലത്തേക്കും ഈ ഒരു ടീൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഗ്യാപ്പ് റോഡ് പണിതിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മണിയോട് അടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ഇട്ടു. അടുത്ത് കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം നല്ല ഊണായിരുന്നു. ഫിഷ് താളി മീൽസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ കഴിച്ചതുകൊണ്ടാണോ എന്തോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ നാട്ടിലിപ്പം ഹൈവേയുടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല പൊടിയും പിന്നെ നമ്മുടെ ക്ലൈമറ്റൊക്കെ കൊണ്ട് നമുക്ക് AC ഇടാതെ വണ്ടിയിൽ യാത്ര ചെയ്യണത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്നാൽ മൂന്നാർ വന്നാൽ നമ്മൾ നൈസായിട്ട് ചെറിയ പാട്ടൊക്കെ വെച്ചിട്ട് AC ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ആ തണുത്ത കാറ്റൊക്കെ മുഖത്തൊന്ന് ഫീൽ ചെയ്തിട്ട് വേണം മൂന്നാറിൽ കൂടെ യാത്ര ചെയ്യാൻ. യാത്രയിൽ വഴിയോരങ്ങളിൽ നമ്മൾ ചെറിയ വ്യാപാരങ്ങളും അതുപോലെ ഫോട്ടോസ് എടുത്ത് കൊടുക്കപ്പെടുന്നുള്ള ബോർഡും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ട്രാവലറുകളിലും ബൈക്കിലും കാറിലും ഒക്കെ വന്ന പല ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, എന്നാൽ ചിലരൊക്കെ ചൂട് ചോളം കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. ഈ തിരക്കിൽ നിന്ന് കുറച്ച് മാറിയാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ആ തിരക്കുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും ഞങ്ങൾ കുറച്ച് പേരെ കണ്ടിരുന്നു. ഒരുപക്ഷെ അവരും ഞങ്ങളെപ്പോലെ തന്നെ ആയിരുന്നിരിക്കാം. ഒരുപാട് തിരക്കുള്ള സ്ഥലം ഒഴിവാക്കി കുറച്ച് തിരക്കുള്ള സ്ഥലത്തേക്ക് വന്നവരായിരുന്നിരിക്കണം. ഹലോ ഗായ്സ്, ഈ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒടുക്കത്തെ ബ്യൂട്ടിയാണ് ഗൈസ്, അല്ലേ കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഫോട്ടോസ് കുറച്ച് തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കുറച്ച് ചില്ല് ചെയ്യാം.
മൂന്നാർ പോയപ്പോഴും ഞാൻ എൻ്റെ 639 സബ്സ്ക്രൈബേഴ്സിനെ ആരെയും മറന്നിട്ടുണ്ടായിരുന്നില്ല. பியூட்டிஃபுல் கைஸ். இது ரொம்ப பெருமையான ஒரு பிளேஸ். சாரி, ரொம்ப அழகான ஒரு பிளேஸ். കണ്ടില്ലേ, തേയിലത്തോട്ടം നോക്കിയിട്ടും ഹേ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ കൂടെ ഞാൻ നേരെ നോക്കി നടന്നില്ലെങ്കിൽ എന്തൊക്കെ വീഴും. സമയം ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിരിക്കുന്നു. വഴിയിൽ കുറച്ച് ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി വീണ്ടും സൈഡാക്കി. എന്തെങ്കിലും വ്യൂ പോയിന്റ് ആണെങ്കിൽ കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്നാൽ അവിടെ കാര്യമായ വ്യൂ പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സ്കൂൾ കുട്ടികൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു ആൾക്കൂട്ടം നമ്മൾ വീണ്ടും കാണുന്നത്. അവിടെ നമുക്കൊരു ചെറിയ വെള്ളച്ചാട്ടവും കാണാം. നമ്മുടെ ചെറിയ കാറിന് ഒതുങ്ങിക്കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി ഞങ്ങൾ വണ്ടി ഒതുക്കി. ഈ വെള്ളച്ചാട്ടത്തിനരികെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കടകൾ കാണാം. അവിടെ പൈനാപ്പിളും മാങ്ങയും ഒക്കെ അരിഞ്ഞ ഒരു ഗ്ലാസ്സിലാക്കി വിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, അങ്ങനെ പലവിധമായ കച്ചവടങ്ങൾ നമുക്കിവിടെ കാണാം. പല ഗ്ലാസുകളിലായി നിരത്തി വെച്ച പൈനാപ്പിളിൽ നിന്ന് എനിക്കിഷ്ടമുള്ളത് ഞാൻ തിരഞ്ഞെടുത്തു. അന്തരീക്ഷത്തിലെ തണുപ്പ് തലോടിയ ആ പൈനാപ്പിളിന്റെ കഷ്ണത്തിന് നല്ല മധുരവും ഉണ്ടായിരുന്നു. യാത്ര വീണ്ടും തുടരുമ്പോൾ കറുപ്പും വെള്ളയും നിറത്തിലെ ഇടകലർന്ന പല പശുക്കിടാങ്ങളെയും നമ്മൾ വഴിയിൽ കണ്ടു. വഴിയോരത്ത് ചേർന്ന് കിടക്കുന്ന പശുക്കിടാങ്ങളെ കണ്ടപ്പോൾ ഒരു പെർഫെക്റ്റ് ക്യാൻവാസ് ചിത്രം പോലെയാണ് എനിക്ക് തോന്നിയത്. 2 മണിയായിരുന്നു നമ്മളുടെ ചെക്ക് ഇൻ ടൈം. ഇപ്പോൾ സമയം ഏകദേശം 2:45 ആയിട്ടുണ്ട്. ഇനിയും ഗൂഗിൾ മാപ്പിൽ ഒരു അരമണിക്കൂറോളം ഡ്രൈവ് വീണ്ടും കാണിക്കുന്നുണ്ട്. മൂന്നാറിലെ വഴികളിൽ എവിടെ നോക്കിയാലും നമുക്ക് ധാരാളം പൂക്കൾ കാണാൻ സാധിക്കും. വെയിലും മഴയും കാറ്റും എല്ലാം അതിജീവിച്ച് യാതൊരു പരിചരണവും ഇല്ലാതെ ഇവ എങ്ങനെയാണ് ഇത്ര മനോഹരമായി പൂത്തു നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എല്ലാത്തിനും ഒരുപക്ഷെ അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി പ്രകൃതി തന്നെ നൽകുന്നുണ്ടാകാമല്ലേ. നമുക്കിങ്ങനെ തോന്നും ഇവിടെ വരുമ്പോൾ വഴി തീരുന്നു, പക്ഷെ തീർന്നിട്ടുണ്ടാവില്ല. ഈ ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ പോലെ. ഈ ഇറക്കങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഒരു നമ്മൾ കാണുന്നതിനെക്കാട്ടിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഇറക്കങ്ങളാണ്. വലിപ്പ ചെറുപ്പ വ്യത്യാസം ഇല്ലാതെ ഒട്ടുമിക്ക വീടുകളുടെ മുന്നിലും ധാരാളം ചെടികളും പൂവിട്ട് നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗൂഗിൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വഴി തെറ്റിച്ചതുകൊണ്ട് ചെറിയ സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നെങ്കിലും വീണ്ടും ഗൂഗിളിനെ വിശ്വസിച്ച് തന്നെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇത് കാണുമ്പം ഇവിടെയും വഴി അവസാനിച്ച പോലെ തോന്നുന്നു, പക്ഷെ വഴി വീണ്ടും കാണുമായിരിക്കും. ഇത് പള്ളിയാണെന്ന് തോന്നുന്നു. ഹോൺ അടിക്കാൻ പാടില്ലെന്നല്ലേ എഴുതി വെച്ചിരുന്നത്. ഹോൺ അടിക്കണം, സോറി, ഹോൺ അടിക്കാനാണ് കേട്ടോ ഗൈസ്. എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാണ്. സാധാരണയൊക്കെ പള്ളിയോ മറ്റ് ആരാധനാലയങ്ങളൊക്കെ ആകുമ്പോൾ ഹോൺ അടിക്കാൻ പാടില്ല എന്ന് വരാനാണല്ലോ സാധ്യത. അത് വെച്ചിട്ട് ഞാനൊന്ന് തള്ളി വിട്ടതായിരുന്നു. പക്ഷെ ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹോൺ അടിക്കുക എന്ന് തന്നെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. Excuse me, let me tell you something. Me சிரிச்சால் iPhone ring ring me. ഗൈസ്, ആക്ച്വലി നമ്മൾ കണ്ട മേലീന്ന് കണ്ട ഒരു പാടമുണ്ട്. അതാണ് ഈ സ്ഥലം.
ഗൂഗിൾ മാപ്പിൽ വളരെ കുറച്ച് ദൂരമാണ് കാണിക്കുന്നത്. സമയം ഏകദേശം 4 മണിയോട് അടുത്തിട്ടുണ്ട്. ഇന്നലെ ടീ വാലിയിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയായിരുന്നു ഞങ്ങൾ എത്തിയത്. എന്നാൽ അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് അത്രമാത്രം സംതൃപ്തി തന്നിരുന്നു. ഇതാണോ ഏതൻ വുഡ് റിസോർട്ട്? ഇതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഇംപ്രഷൻ. ഇനി എന്താണ് അകത്തെ ഇംപ്രഷൻ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കമന്റ് ഇനിയാണ്